പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വെപ്പിന്റെ ആവശ്യം എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വിനീത വാശി പിടിച്ച നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഏട്ടാ? ആദ്യം പറഞ്ഞു കേശവൻകുട്ടിയെ വിൽക്കണോന്ന്, പിന്നെ പറഞ്ഞു വിൽക്കണ്ടാന്ന്. ദേ ഇപ്പൊ പറയണു അവൻ പഴയ വാപ്പാനെ കൊല്ലാനുള്ള കാരണം പ്രശ്നം വെച്ച് കണ്ടുപിടിക്കണമെന്ന്. മോള് പറയുന്നത് അനുസരിക്ക, അതല്ലേ നിവൃത്തിയുള്ളൂ. ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ പോയല്ലേ പറ്റൂ. ഗജപൂജ നടത്തണം. കുടുംബക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹം വെച്ച് വിശേഷാൽ എഴുന്നള്ളിപ്പും. അതിനു മുമ്പ് ഒന്നാം പാപ്പാൻ 5 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിരിക്കണം. എന്ത് വ്രതം? 5 ദിവസത്തേക്ക് പാപ്പാൻ ആഹാരം വർജിക്കണം. തറവാടിന്റെ തെക്കതിൽ എല്ലാവരും കാണുകയാൽ പൂജാകർമ്മങ്ങളിൽ മുഴുകിയിരിക്കണം. ഇതാണ് പ്രശ്നത്തിൽ കാണുന്നത്. വളരെ ഉപകാരം ജോത്സരെ. പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക ഇതിൽ വെച്ചിട്ടുണ്ട്. സന്തോഷം. അപ്പൊ 5 ദിവസം ആനയ്ക്ക് വേണ്ടി ആഹാരം കഴിക്കാൻ പാടില്ല അല്ലേ? അതെ, അത് കൊള്ളാലോ. ആരാ നിരാഹാരം കിടക്കേണ്ടത്? ഒന്നാം പാപ്പാൻ. നീ പറയുന്നത് സത്യമാണോ? സത്യമാണ് ശങ്കരൻകുട്ടി. പാപ്പാൻ കുടുംബത്തിൽ പറഞ്ഞ നീ 2ാം പാപ്പാൻ, ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞ ഞാൻ 1ാം പാപ്പാൻ. എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അതുകൊണ്ട് നമുക്ക് ഈ 1ാം പാപ്പാൻ സ്ഥാനവും 2ാം പാപ്പാൻ സ്ഥാനവും പരസ്പരം വച്ചു മാറാം. ഭാഗ്യത്തിന് അച്യുതനായ അദ്ദേഹം സമ്മതിച്ചിരിക്കുക. നീ അദ്ദേഹത്തെ പോയിന്ന് കണ്ടാ മതി, എല്ലാം ശരിയാവും. നീ എന്നോട് ക്ഷമിക്കണം. ഇത്രയും നാൾ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇത്രയും വലിയൊരു മനസ്സ് നിനക്കുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഞാൻ പോയി കാരണവരെ കാണാം. പിന്നെ ഞാൻ 1ാം പാപ്പനായിട്ട് ചാർജ് എടുത്താലും നീ ഇനി ഇവിടെ തന്നെ കാണാം. ഈശ്വരാ, പോയിട്ട് വരട്ടെ, പോയിട്ട് വരട്ടെ. മതമുളിക ആന പാപ്പാനെ കുത്തി കുടലെടുത്തു. അയ്യോ, അങ്ങുന്നിനെ പോയി കണ്ടിട്ട് എന്തായി? പ്രമോഷൻ ശരിയായി? ഓ, മിക്കവാറും ശരിയാകും. വലിയൊരു ത്യാഗമനോഭാവമായി ആ കാർക്കോടകം വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാ. എന്നിട്ട് എന്താക്കി? എന്താക്കാൻ? പാര വച്ചവന് തന്നെ പാര കൊണ്ടിട്ടുണ്ട്. അമ്മാവന്മാരുടെ മുമ്പിൽ വെച്ച് അനന്തരം ആജ്ഞാപിച്ചു അവൻ തന്നെ നിരാഹാരം കിടന്നാ മതിയെന്ന്. എതിർത്ത് ഒരക്ഷരം ഉണ്ട് ആ തെണ്ടിക്ക് പറ്റിയില്ല. ചേട്ടാ, ഈ ഡെഡ് ബോഡി കാണുന്ന ഇഷ്ടമാണ്? പിന്നെ അതെ. ഇന്നേക്ക് 5ാം ദിവസം ഇവിടെ ഒരു പട്ടിണി മരണം നടക്കും. അവന്റെ ദുഃഖാചരണമൊക്കെ കഴിഞ്ഞ് പ്രമോഷനോടുകൂടി 1ാം പാപ്പാനായിട്ട് ഞാൻ ചാർജ് എടുക്കും. അപ്പൊ കാണാം. ഓ, അപ്പോ സർവശക്തനായ ജഗദീശനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോളൂ. ഈശ്വര ചിന്തയി തൊന്നേ മനി തന്നെ ഞാലിപ്പൂവനല്ലേ? മൈസൂർ പൂവന. നല്ല രുചിയായിരിക്കും. ബെസ്റ്റ് ടേസ്റ്റ്. ഇത്രയും ടേസ്റ്റ് ഉള്ള പഴം ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. ഒരെണ്ണം എനിക്ക് തടാ. ഇത് മുഴുവൻ നിന്നെ കൊണ്ട് തീറ്റിക്കണമെന്നുണ്ട്. പക്ഷെ ആനയ്ക്കും നമുക്കൊക്കെ പാവം കിട്ടൂലേ, അതുകൊണ്ട് തിന്നണ്ട. ഏതിനും 3 ദിവസം കഴിഞ്ഞില്ലേ, ഇനി 2 ദിവസം കൂടെ ക്ഷമിക്ക്. അല്ല ശങ്കരൻകുട്ടി, ഈ വാഴപ്പഴത്തിലാണ് അതേ ഓറഞ്ചിലാണ് വൈറ്റമിൻസ് കൂടുതൽ? ചിലർ പറയുന്നത് ആപ്പിളിലാണെന്ന്. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. നമ്മുടെ ബ്രാഹ്മിൺസ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച മസാല ദോശ, തൈര് സാദം, സാമ്പാർ വട, ഇതൊക്കെ നല്ല ചൂടോടെ അവിടെ ഇരിക്കുക. ഞാൻ പോയി കഴിച്ചിട്ട് വരേ. പഴത്തൊലി പോലും ഇവിടെ ഇടണ്ട, ഈ പന്നി തിന്നും. വേണ്ടടാ കേശവൻകുട്ടി, നിനക്ക് വേണ്ടിയുള്ള പൂജയല്ലേ, നീ തന്നെ കഴിച്ചു. കഴിച്ചോടാ. പറയുന്ന അനുസരിച്ച് കേശവൻകുട്ടി കഴിക്ക. മെടുക്ക. പഴക്കം നിർണ്ണയിക്കാനാവാത്തൊരു സ്വർണ്ണവിഗ്രഹം അത്. വർഷത്തിലൊരിക്കൽ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രത്യേക പൂജ നടത്താൻ വേണ്ടി മാത്രമേ അതിവിടുത്തെ പൂജാമുറിയിൽ നിന്ന് പുറത്തെടുക്കാറുള്ളൂ. എപ്പോഴാണ് വിഗ്രഹം കാണാതായത്? ഇന്നലെ സന്ധ്യാനാമം ചൊല്ലുമ്പോഴും വിഗ്രഹം പൂജാമുറി തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോന്ന് ചോദിച്ചാ, എക്സ്ക്യൂസ് മീ സർ, 1 മിനിറ്റ്. ഇവിടുത്തെ 1ാം പാപ്പാൻ
ഇന്നലെ പൂജാമുറിയിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. എപ്പോഴാണ്? എവിടെയാണ് വിഗ്രഹം ഒളിപ്പിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സർ, സത്യമായിട്ടും എനിക്കറിയില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എനിക്കറിയില്ല സർ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കോടാ. അല്ല, പറയൂ. എനിക്കറിയില്ല സർ, സത്യം അറിയില്ല. ആരെങ്കിലും പറയടാ. വിഗ്രഹം കിട്ടി. വിനീതയുടെ അലമാരിയിലുണ്ടായിരുന്നു. ഇപ്പോഴാ ഓർത്തത്. ഇന്നലെ ഞാൻ വിഗ്രഹം തുടച്ച് വൃത്തിയാക്കാനായി. ഐ എം സോറി സർ. ദിസ് ഈസ് ടു മച്ച് മാഡം. ഐ എം സോറി ശങ്കരൻകുട്ടി. ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നത്? ബഹളം വെച്ച് നിന്റെ അമ്മാവന്മാരെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. തനിക്ക് എന്താ വേണ്ടത്? നിന്റെ അടിമപ്പണി ചെയ്യാൻ എന്നെ കിട്ടില്ല. അറിയാൻ പാടില്ലാത്ത പാപ്പാൻ പണിയുമായി ആൾമാറാട്ടം നടത്തി ഞാൻ ഇവിടെ വന്നത് ഇത് മുല്ലക്കൽ തറവാട്ടിലെ കൊച്ചു തമ്പുരാട്ടി വാണരളുന്ന കൊട്ടാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ. തളർന്ന അവശനായി കിടക്കുമ്പോ കാൽ കീഴിലിട്ട് ഒരു പട്ടിയെ പോലെ ചവിട്ടി അരയ്ക്കാനാണ് ഭാവമെങ്കിൽ നിനക്ക് തെറ്റി. കെട്ടിലമ്മ ഭരണമൊക്കെ നിന്റെ അമ്മാവന്മാരടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? ഗർവവും അഹങ്കാരവും കൊണ്ടുള്ള നിന്റെ ഈ ചെറ്റത്തരം ഇനി എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ, ഈ അനന്തു ആരാണെന്ന് അറിയും. കന്നുകാലി മത്സരത്തിന്റെ തന്തയാണ്. അവസരം കിട്ടിയാൽ ആളല്ല, എരുമയെ വേണമെങ്കിലും ഈ മത്സരം തളക്കും. എന്താ ചേട്ടാ പ്രശ്നം? അല്ല ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടി തന്നെ പറ. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മൾ തമ്മിൽ ഇങ്ങനെ അടുക്കാൻ എന്താണ് കാരണം? സ്നേഹത്തിന്റെ മുമ്പിൽ ഈ കന്നുകാലി മത്സരം കീഴടങ്ങും. ഇവിടെ വിനീത കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോ ഈ മത്സരം പാപ്പ മാത്രമായിരുന്നില്ല. ഐ വാസ് ഓൾ ഇൻ ഓൾ പുള്ളിക്കൽ. എല്ലാം പോയി, എല്ലാരും കൂടി എന്നെ പുകച്ചു പുറത്ത് കാണിച്ചില്ലേ? ഇപ്പൊ ഈ തറവാട്ടിൽ നടക്കുന്ന എല്ലാ ഗൂഢാലോചനകളെ കുറിച്ചും എനിക്കറിയാം. വിനീത കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ആരാണ് പിന്നിലെന്നും എനിക്കറിയാം. അയ്യോ, എന്നെ തന്നെ മറന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അവരറിഞ്ഞ എന്നെ കൊന്നുകളയും. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുമില്ല, ശങ്കരൻകുട്ടി അത് കേട്ടിട്ടുമില്ല.